ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഹരവും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഒത്തിരി മുഖാന്തരങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് നാം ചിന്തിക്കുന്നത് ക്ഷമയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ രക്ഷാസുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം 21-22 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ഒരു സംശയവുമായിട്ട് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ വരികയാണ്. എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ, എന്നോട് കുറ്റം ചെയ്താൽ ഞാൻ അവനോട് എത്ര വട്ടം ക്ഷമിക്കണം? യേശു പറയുകയാണ്, 7 അല്ല 70 വട്ടം ക്ഷമിക്കണം. ക്ഷമയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് അനന്തമായി ക്ഷമിക്കണമെന്നാണ്, പരിധിയില്ലാതെ ക്ഷമിക്കണമെന്നാണ്. കാരണം ക്ഷമ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ തടസ്സം ഒരുപക്ഷെ നാം നമ്മുടെ ഹൃദയത്തിലുള്ള ക്ഷമിക്കാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത, മനസ്സിനെ മുറിവേൽപ്പിച്ച ചില വേദനകളും ദുഃഖങ്ങളുമായിരിക്കാം. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നമ്മുടെ ഹൃദയത്തിലെല്ലാം ആഴമായൊരു ബോധ്യം ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടവരാണ്. ക്ഷമിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. ചില പറയും ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞിരിക്കുക. നമ്മൾ ക്ഷമയ്ക്കൊരു പരിധി വെച്ചിട്ടുണ്ട്, പരിമിതി വെച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെ കാലത്തും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലത്തും ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആരെങ്കിലും തന്നോട് പിഴച്ചാൽ, കുറ്റം ചെയ്താൽ അവനോട് 7 വട്ടം ക്ഷമിക്കണമെന്ന്. ആ നിയമം അനുസരിച്ചുകൊണ്ടാണ് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മറുപടി 7 അല്ല 70 വട്ടം ക്ഷമിക്കണം. അതായത് നിനക്ക് എന്തുമാത്രം ക്ഷമിക്കാൻ കഴിയുന്നോ പരിധിയില്ലാതെ, പരിമിതിയില്ലാതെ ക്ഷമിക്കണം. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് എത്രമാത്രം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കണം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മോട് കുറ്റം ചെയ്തിട്ടുള്ള, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള, നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുള്ള, നമ്മളെ പാപത്തിലേക്ക് നയിച്ച, നമ്മുടെ മനസ്സിലും മരിച്ചാലും മറക്കില്ല എന്ന് നാം കുറിച്ചിരിക്കുന്ന ചില വ്യക്തികളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ, മനഃപൂർവ്വമായി ക്ഷമിക്കാൻ, പരിധിയില്ലാതെ ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ക്ഷമ ഒരു പുണ്യമാണ്, ക്ഷമ ഒരു അനുഗ്രഹമാണ്. ക്ഷമ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത ഒരൊറ്റ കാരണം കൊണ്ട് ദൈവത്തിന് ലഭിക്കേണ്ട അനവധിയായ അനുഗ്രഹങ്ങൾ അത് മുടക്കപ്പെട്ടിരിക്കുക. നമുക്കറിയാം, ഒരു വാട്ടർ ടാങ്കിൽ നിറച്ച് വെള്ളമുണ്ടെങ്കിലും അത് താഴേക്ക് വരുന്ന പൈപ്പിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, എത്ര വെള്ളമുണ്ടെങ്കിലും അത് തിരിച്ചാൽ വെള്ളം കിട്ടില്ല, പൈപ്പ് തിരിച്ചാൽ വെള്ളം കിട്ടില്ല. പൈപ്പ് തിരിച്ച് വെള്ളം കിട്ടണമെങ്കിൽ അതിനൊരു ബ്ലോക്ക് ഇല്ലാതിരിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി ഇറങ്ങാനൊരു തടസ്സം ക്ഷമിക്കാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ കാരണം ക്ഷമിക്കാൻ കഴിയാത്തതാണോ എങ്കിൽ നാം ഇന്ന് ഒരു തീരുമാനമെടുക്കണം. പരിധിയില്ലാതെ, പരിമിതിയില്ലാതെ ഞാൻ ക്ഷമിക്കാൻ തീരുമാനമെടുക്കുക. ക്ഷമയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒത്തിരിയാണ്. ക്ഷമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞാൽ എന്തു വില കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ ക്ഷമിക്കും. പലപ്പോഴും ഈ താമസമുള്ള ധ്യാനത്തിൽ
വചനം കേൾക്കുമ്പോൾ ക്ഷമിക്കണമെന്ന് തീരുമാനമെടുക്കും. കുമ്പസാരിക്കുമ്പോൾ ക്ഷമിക്കാനുള്ളവരോട് അവരോട് ക്ഷമ ചോദിച്ച് കുമ്പസാരിക്കും. അവസാനം പരസ്പരം ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്ന, പരസ്പരം ക്ഷമ ചോദിക്കുന്ന ശുശ്രൂഷയിൽ പരിപൂർണമായിട്ട് ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ അനുഗ്രഹിക്കും. എന്നിട്ടും അവസാനം എൻ്റെ മനസ്സിൽ എനിക്ക് ഇപ്പോഴും ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറയുന്ന അനേകം വ്യക്തികളുണ്ട്. ഇതൊരു ബന്ധനമാണ്. ക്ഷമിക്കാൻ കഴിയാത്തത് ഒരു ബന്ധനമാണ്. ദൈവം നമുക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യാൻ പിശാചൊരുക്കുന്ന ഒരു കെണിയാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ക്ഷമിക്കാൻ കഴിയാത്ത വെറുപ്പിൻ്റെ അവസ്ഥ. അതുകൊണ്ട് നാം ക്ഷമിക്കാൻ വില കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഈ ക്ഷമിക്കുന്നതിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തമായി ബോധ്യം കിട്ടുമ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നാം ക്ഷമിക്കണം. ആരോടെല്ലാം ക്ഷമിക്കാനുണ്ടോ, എങ്ങനെയെല്ലാം ക്ഷമിക്കാനുണ്ടോ ആ വ്യക്തിയോടെല്ലാം വ്യക്തിപരമായി ക്ഷമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങും. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നാം ക്ഷമിക്കണമെങ്കിൽ ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നാം ചിന്തിക്കുന്നത് ഒന്നാമതായി, നാം ക്ഷമിക്കുമ്പോൾ ദൈവം നൽകുന്ന വലിയൊരു കൃപയാണ് പാപക്ഷമ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ കർത്താവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഇതൊരു കണ്ടീഷനാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപക്ഷമ ലഭിക്കണമെങ്കിൽ, പാപമോചനം ലഭിക്കണമെങ്കിൽ ക്ഷമിക്കണം. ഇന്ന് പലപ്പോഴും നാം വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കും. മണിക്കൂറുകൾ സമയമെടുത്ത് വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപക്ഷമ സ്വീകരിക്കാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എത്ര മണിക്കൂർ കുമ്പസാരിച്ചാലും, എത്ര വലിയ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാലും നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയില്ല. പാപക്ഷമ ലഭിക്കണമെങ്കിൽ ഞാൻ ക്ഷമിക്കണം. പലപ്പോഴും ഒരു വ്യക്തി ചെയ്തു പോകുന്ന പാപം വീണ്ടും വീണ്ടും ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നാം കുമ്പസാരിക്കുന്നു, പാപങ്ങൾ ഏറ്റുപറയുന്നു, ആ വ്യക്തി ആ പാപനി മേലാൽ ചെയ്യലെന്ന് തീരുമാനമെടുക്കുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസം കഴിയുമ്പോൾ വീണ്ടും ഉപേക്ഷിച്ച പാപം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപം വീണ്ടും ചെയ്യുന്നു. അതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ പാപം ഏറ്റുപറയാത്തതുകൊണ്ട്, പാപം വെറുത്തുപേക്ഷിക്കാത്തതുകൊണ്ടല്ല, ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട്. ഇന്ന് ഏതെങ്കിലും പാപം വെറുത്തുപേക്ഷിച്ചിട്ട് വീണ്ടും ആ പാപം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഒരു കാരണം, അതിൻ്റെ മൂലകാരണം എൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു വെറുപ്പുണ്ട് എന്നുള്ളത് കണ്ടെത്തണം. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം നിന്റെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ നീ ക്ഷമിക്കണം. ഇതൊരു കണ്ടീഷനാണ്. നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയില്ല. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്, പാപക്ഷമ ലഭിക്കണമെങ്കിൽ ആദ്യം ഞാൻ ക്ഷമിക്കണം. ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ കടങ്ങളും പാപം ക്ഷമിക്കുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങളിലും ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തിയുമായി നിരപ്പാകുക, ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക. എന്നിട്ട് വന്ന് നീ വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ആ ബലിയിൽ കർത്താവ് സംപ്രീതനാവും. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു: ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മയിൽ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുന്നിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനുമായി നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഇവിടെ കർത്താവ്
തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്, നീ ബലിയർപ്പിക്കാനായി ബലിപീഠത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നിനക്കാരോടെങ്കിലും വല്ലതും ഉണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ, നിന്നോട് ആർക്കെങ്കിലും വല്ലതും ക്ഷമിക്കാനുണ്ടെന്ന് തോന്നിയാൽ, നീ ബലിവസ്തുവോടെ വെച്ചിട്ട് ആ വ്യക്തിയുമായി ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക, നിരപ്പാകുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. നമ്മുടെ ബലിയിൽ ദൈവം സംപ്രീതനാകാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, നാം ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, എന്നോടാർക്കും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക, ക്ഷമിക്കുക. ക്ഷമിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പാപമോചനം, പാപക്ഷമ. അതുകൊണ്ട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും, അല്ലെങ്കിൽ എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എന്നോട് ക്ഷമിക്കാനുള്ള വ്യക്തിയോട് ക്ഷമ ചോദിക്കുക, എനിക്ക് ക്ഷമിക്കാനുള്ള വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുക. അതിലൂടെ ദൈവത്തിൻ്റെ കൃപ പാപമോചനത്തിലൂടെ വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങും. അതുകൊണ്ട് തീരുമാനമെടുക്കുക, നാം ഓരോ കുമ്പസാരത്തിന് മുമ്പും ഓരോ ബലിപീഠത്തിൻ്റെ മുന്നിൽ ബലിയർപ്പിക്കാനായി ബലിപീഠത്തിന് മുന്നിൽ എത്തുന്നതിന് മുമ്പ് പരിശോധിക്കണം, എനിക്കാരോട് ക്ഷമിക്കാനുണ്ടോ, എന്നോടാരെങ്കിലും ക്ഷമിക്കാനുണ്ടോ. പരസ്പരം രമ്യതപ്പെടുക, നിരപ്പാകുക, എന്നിട്ട് ബലിയർപ്പിക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. അനുഗ്രഹം പ്രാപിക്കാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ പ്രവൃത്തിയാണ് നമ്മോട് ക്ഷമിക്കാനുള്ള, നമുക്ക് ക്ഷമിക്കാനുള്ള വ്യക്തിയോട് ക്ഷമിച്ച് പാപമോചനം പ്രാപിക്കുക. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ക്ഷമിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു ഗുണം, മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ആ വ്യക്തിയിൽ കർത്താവായ യേശുക്രിസ്തു വന്ന് വസിക്കുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശുക്രിസ്തു വന്ന് വസിക്കണമെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷൻ കർത്താവിന്റെ വചനം പറയുകയാണ്, നീ ക്ഷമിക്കണം. ക്ഷമിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലാണ് ദൈവം വന്ന് വസിക്കുന്നത്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, വിശുദ്ധ യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 4-ാം അധ്യായം 12-ാം വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വന്ന് വസിക്കും. അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവമാണ് വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്യോന്യം സ്നേഹിക്കണമെങ്കിൽ അന്യോന്യം ക്ഷമിക്കണം. നമ്മോട് തെറ്റ് ചെയ്തിട്ടുള്ളവരെ നാം ക്ഷമിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ വന്ന് വസിക്കുന്നത്. നമുക്കറിയാം, കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം കൊണ്ട് ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. എന്നാൽ നാം ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യം നിറഞ്ഞു നിൽക്കുന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആലയമായി ഈ ശരീരം പിശാചിൻ്റെ ആലയമായി മാറിയിരിക്കുക. തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവമാണ് വസിക്കുന്നതെങ്കിൽ, തമ്മിൽ വെറുക്കുമ്പോൾ, ക്ഷമിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവിടെ പിശാചാണ് വസിക്കുന്നത്. പലപ്പോഴും ദൈവത്തിൻ്റെ ആലയമായി ശരീരം പിശാചിൻ്റെ ആലയമായി നാം വിട്ടുകൊടുത്തിട്ടുണ്ടോ? ആണെങ്കിൽ ഈ നിമിഷം നമുക്ക് മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കാൻ സാധിക്കണം. ക്ഷമിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കും, കർത്താവായ യേശുക്രിസ്തു വന്ന് വസിക്കും. വീണ്ടും വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൽ 23-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും, വചനം പാലിക്കും, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനോട് കൂടെ വസിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന് വസിക്കണമെങ്കിൽ ഈ വചനം അനുസരിക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. യേശു പറയണം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ വചനം അനുസരിക്കണം. അതായത് എനിക്കാരോടെങ്കിലും അല്ലെങ്കിൽ എന്നോട് ആർക്കെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നിരുപാധികമായി വ്യവസ്ഥയില്ലാതെ ക്ഷമിച്ച് സ്നേഹിച്ചു കഴിയുമ്പോൾ ദൈവം, കർത്താവായ യേശുക്രിസ്തു ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരികയാണ്. അതുകൊണ്ട് ക്ഷമിക്കുന്നതിലൂടെ കിട്ടുന്ന രണ്ടാമത്തെ അനുഗ്രഹമാണ് യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് മഹത്വത്തോടെ എഴുന്നള്ളി വരും. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി, ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായി രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ നിറയുന്ന ഒരനുഭവമാണ് ക്ഷമിക്കുന്ന സമയം. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ നാം ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. ഒരു വ്യക്തി ക്ഷമിക്കുന്നതിലൂടെ ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് മാറ്റപ്പെടുകയാണ്. അതിനെ പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-45 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കൽപ്പിക്കുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ,
നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. കർത്താവിന്റെ വചനം പറയുകയാണ്, ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കിൻ. മറ്റുള്ളവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ചു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ശത്രുക്കളോട് ക്ഷമിച്ച് സ്നേഹിച്ചു കഴിയുമ്പോൾ വചനം പറയുന്നു, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അപ്പോൾ ആർക്കാണ് സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് പിതാവ് എന്ന് വിളിക്കാൻ യോഗ്യത? ക്ഷമിക്കുന്ന വ്യക്തികൾക്കാണ്. തങ്ങളെ വേദനിപ്പിച്ച മുറിവേൽപ്പിച്ച ശത്രുക്കളായി താൻ കാണുന്ന വ്യക്തികളോട് ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളായി തീരുക. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് അവകാശികൾ ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അവകാശം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ കഴിയുന്ന, വേദനിപ്പിച്ചവരോട് മുറിവേൽപ്പിച്ചവരോട് തൻ്റെ ശത്രുക്കളെന്ന് മനസ്സിൽ എഴുതിയിരിക്കുന്ന, ഞാൻ മരിച്ചാലും മറക്കില്ല എന്ന് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ചില വ്യക്തികളോട്, ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന ചില വ്യക്തികളോട് വ്യവസ്ഥയില്ലാതെ മനഃപൂർവ്വമായി ക്ഷമിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ ദൈവം അവർക്ക് ദാനമായി നൽകുന്നു. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ക്ഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അനുഗ്രഹമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. എത്ര വർഷങ്ങളായി നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിക്കൊള്ളട്ടെ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വളരെ വേദനയുടെ ഭാരത്തോടെ ആരെങ്കിലും ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നില്ല, ദൈവത്തിന് കണ്ണില്ലേ, ദൈവത്തിന് കാതില്ലേ, ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ കണ്ണുനീര് കാണുന്നില്ല എന്ന് ദൈവത്തോട് നിരന്തരം ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കുക. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഒരു കാരണം ഈ ഹൃദയത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കായിരിക്കും. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ക്ഷമിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം, മത്തായി സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. കർത്താവിന്റെ വചനം പറയുകയാണ്, യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ഏത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ ഏത് കാര്യമായിക്കൊള്ളട്ടെ. അതൊരു രോഗസൗഖ്യമായിരിക്കാം, വർഷങ്ങളായി ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കാത്തൊരു കാര്യമായിരിക്കാം, വർഷങ്ങളായി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു ഭവനം പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു വിവാഹം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അനേകം നാളുകളായി വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഏത് വിഷയമായിക്കൊള്ളട്ടെ, കർത്താവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. അതിനെന്ത് ചെയ്യണമെന്ന് കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട്, നിങ്ങൾ രണ്ടുപേർ ഭൂമിയിൽ ഒരുമനപ്പെട്ട് സ്നേഹത്തോടെ ഐക്യത്തോടെ ചോദിക്കുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കും. എന്നാൽ ഈ സ്നേഹവും ഐക്യവും ഉണ്ടാകണം എന്ത് ചെയ്യണം? പരസ്പരം ക്ഷമിക്കണം. പ്രത്യേകിച്ച് പരസ്പരം ഐക്യത്തോടെ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഉണ്ടെങ്കിൽ, അതിലൂടെ ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കുമെങ്കിൽ, പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നൊരു മേഖലയാണ് പരസ്പരം ഭിന്നത നൽകുക. മാതാപിതാക്കളും മക്കളുമായിട്ട് ഭിന്നത, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നത, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നത പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാണ്. കാരണം മനുഷ്യൻ അനുഗ്രഹിക്കാൻ കാരണം, ദൈവത്തിൻ്റെ അനുഗ്രഹം അവകാശമാക്കാൻ ഒരു കാരണം പരസ്പരം സ്നേഹത്തിലൂടെ ഐക്യത്തിലൂടെ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ, ഈ പ്രാർത്ഥനയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഭിന്നത ഉണ്ടാകാൻ വേണ്ടി പരസ്പരം കോപിക്കുക, ദേഷ്യപ്പെടുക, ദേഷ്യവും വാശിയും വൈരാഗ്യവും വെറുപ്പും ഒരു വ്യക്തിയിലുണ്ടാകുമ്പോൾ പരസ്പരം ക്ഷമിക്കാൻ കഴിയാതെ, സ്നേഹിക്കാൻ കഴിയാതെ പരസ്പരം കോപിക്കുന്ന, പരസ്പരം വെറുക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. ഇവിടെ കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, രണ്ടുപേർ ഐക്യമത്യപ്പെട്ട്
സ്നേഹത്തോടെ, ഐക്യത്തോടെ ദൈവത്തിൽ ചോദിക്കുന്ന ഏത് കാര്യത്തിനും ദൈവം ഉത്തരം നൽകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പരസ്പരം ക്ഷമിക്കാൻ കഴിയാതെ, സ്നേഹിക്കാൻ കഴിയാതെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്ന് തിരിച്ചറിയണം. അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്തരുന്നുവെങ്കിൽ ഇന്നു മുതൽ തീരുമാനമെടുക്കുക. പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം ക്ഷമിച്ച്, സ്നേഹിച്ച്, ഐക്യത്തോടെ, സ്നേഹത്തോടെ ഒരു മുനയായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സ്ത്രീഹന്മാർ ഒരു മുനയായി, ഇവിടെ പ്രധാന വചനം അങ്ങനെ പറയുന്ന ഒരു മുനയായി അവർ പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അഭിഷേകമായി ലഭിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഏക മനസ്സോടെ, ഒരു മനസ്സോടെ രണ്ടുപേർ അല്ലെങ്കിൽ ഒരു കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പരസ്പരം രമ്യതപ്പെടുക, പരസ്പരം ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക. അതിലൂടെ വലിയ ദൈവാനുഗ്രഹം വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് പെയ്തിറങ്ങും. അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത, വേദനിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ആ വ്യക്തിയോട് മനഃപൂർവ്വമായി ക്ഷമിച്ച്, പരിധിയില്ലാതെ ക്ഷമിച്ച്, സ്നേഹിച്ച്, അനുഗ്രഹിച്ച് രമ്യതപ്പെടുക. എന്നിട്ട് സ്നേഹത്തോടെ, ഐക്യത്തോടെ പ്രാർത്ഥിക്കുക. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇനി ക്ഷമിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റൊരു പ്രത്യേകതയാണ്, ക്ഷമിക്കുന്നതിലൂടെ വലിയ സൗഖ്യം ലഭിക്കും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രോഗമുണ്ടാകാൻ കാരണം പല കാരണമുണ്ട്. അതിലൊരു കാരണമാണ് പാപവും വെറുപ്പും. വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. ചിലർ പാപം ചെയ്ത് രോഗികളായിത്തീർന്നു. ചിലർ രോഗികളായിത്തീരാൻ കാരണം പാപമാണെങ്കിൽ ഈ പാപം ക്ഷമിക്കപ്പെടുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പാപം ക്ഷമിക്കപ്പെടാനൊരു കാരണമാണ് ക്ഷമ എങ്കിൽ ക്ഷമിക്കുന്നതിലൂടെ വലിയ സൗഖ്യം ലഭിക്കും. പാപമോചനത്തിലൂടെ സൗഖ്യമുണ്ട്. എന്നാൽ പാപമോചനത്തിന് കാരണം ക്ഷമയാണെങ്കിൽ ക്ഷമിക്കുന്നതിലൂടെ വലിയ സൗഖ്യം ലഭിക്കും. പലപ്പോഴും ഈ താമസമുള്ള ധ്യാനങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ അനേകം ക്യാൻസർ രോഗികൾ ഇനി ഏതാനും ദിവസം മാത്രമേ ജീവിച്ചിരുന്ന ഡോക്ടർമാർ വിധി എഴുതി ഒരു നല്ല മരണം പ്രാപിക്കാൻ വേണ്ടി, ഒരു ആശ്വാസ മരണം പ്രാപിക്കാൻ വേണ്ടി ധ്യാന കേന്ദ്രത്തിൽ കൊണ്ട് കിടത്തുന്ന അനേകം ക്യാൻസർ രോഗികൾ തനിക്ക് ക്ഷമിക്കേണ്ടവരോട് പരസ്പരം മനഃപൂർവ്വമായിട്ട് ക്ഷമിച്ച്, സ്നേഹിച്ച്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടർമാർ അപേക്ഷിച്ച വൈദ്യശാസ്ത്രം കൈവിട്ട അനേക ക്യാൻസർ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ, 10, 15, 16 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ തങ്ങളുടെ ജീവിതത്തിൽ മനഃപൂർവ്വമായി ക്ഷമിച്ച്, സ്നേഹിച്ച്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവകൃപ അവരിലേക്ക് വ്യാപരിക്കുകയും ഇനി ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം, സ്വർഗത്തിലെ ദൈവം ദാനമായി, സമ്മാനമായി കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അനേക നാളുകളായി ഒരു ഭവനം പണിയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന ചില വ്യക്തികൾ, അനേക നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന വ്യക്തികൾ, അനേക നാളുകളായി ഒരു വിവാഹം നടക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന വ്യക്തികൾ, ഇങ്ങനെ ജീവിതത്തിൽ അനേക ആവശ്യങ്ങളുമായി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അനേകം വ്യക്തിയുടെ ജീവിതത്തിൽ ക്ഷമിച്ച്, സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ, വലിയ അത്ഭുത സൗഖ്യം ലഭിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാത്തൊരു രോഗം നിങ്ങളെ വേട്ടയാടുന്നുവെങ്കിൽ, നിങ്ങളെ അടിമയാക്കിയെങ്കിൽ പരിശോധിക്കുക, എൻ്റെ ഹൃദയത്തിലുള്ള വെറുപ്പാണോ എന്നെ രോഗിയാക്കി മാറ്റിയത്? ചിലരുടെ ഉള്ളിൽ വെറുപ്പിൻ്റെ വേര് വളർന്ന് അത് രോഗമായി മാറി, അത് മരുന്ന് കഴിച്ചാലും ചികിത്സിച്ചാലും മാറാത്ത, പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ പരിശോധിക്കുക. എൻ്റെ ജീവിതത്തിൽ, കഴിഞ്ഞ കാല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഹൃദയത്തിൽ വെറുപ്പോ, വിദ്വേഷമോ, വാശി, വൈരാഗ്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് മനഃപൂർവ്വമായി ക്ഷമിച്ച്, സ്നേഹിച്ച്, ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അത് മുഖാന്തരം സൗഖ്യവും വിടുതലും പ്രാപിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞകാല ജീവിതത്തിൽ അനേകം രോഗികൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുന്നതിലൂടെ, സ്നേഹിക്കുന്നതിലൂടെ അത്ഭുത സൗഖ്യം കർത്താവിൻ്റെ കൃപയാൽ പ്രാപിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും
രോഗികളായി രോഗക്കിടക്കിൽ കിടക്കുന്നുവെങ്കിൽ, മാനസികമായി ശാരീരികമായി തളർന്നു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കുക, പരിധിയില്ലാതെ ക്ഷമിക്കുക, മനഃപൂർവ്വമായി ക്ഷമിക്കുക. എത്ര വട്ടം ക്ഷമിക്കണമെന്ന് ചോദിച്ചാൽ പരിധിയില്ലാതെ ക്ഷമിക്കുക. 70 വട്ടം ക്ഷമിക്കുക. ഒരു പരിധിയില്ലാതെ അനന്തമായ സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ അവിടെ സൗഖ്യമാണ്. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സൗഖ്യമാണ്. ഈ സൗഖ്യം ദൈവത്തിൻ്റെ വലിയ കൃപയായി നമ്മിൽ നിറയേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഖാന്തരം ഈ സമയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നല്ലോ ദൈവമേ. ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ഞങ്ങളോട് ആർക്കെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാ മുഖാന്തരം ആ വ്യക്തികളെ കണ്ട് ആ വ്യക്തിയോട് ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹിച്ച് രമ്യതപ്പെടുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വെറുപ്പാണ്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടാത്ത ഞങ്ങൾ കണ്ടു, അത് തിരിച്ചറിഞ്ഞു. കർത്താവേ, ഈ നിമിഷം ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിച്ച് പാപമോചനം പ്രാപിക്കാൻ നീ കൃപ നൽകണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്, യേശുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയാത്തത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കർത്താവേ, ഞങ്ങൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് യേശുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കളായി തീരാൻ കഴിയാത്തത്. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണെന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ക്ഷമിക്കുന്നതിലൂടെ ദൈവമക്കൾ എന്നുള്ള അധികാരത്തോടെ അവകാശത്തോടെ കർത്താവേ നിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ക്ഷമിക്കാത്തത് മൂലമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്ന് ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞു. ഇന്ന് ഞങ്ങൾ ക്ഷമിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതം പ്രവർത്തിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ക്ഷമിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടാത്തതുകൊണ്ടാണ് ഞങ്ങൾ രോഗികളായി മാറിയത്. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും പാപമോ വെറുപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ രോഗമായി മാറിയിട്ടുണ്ടെങ്കിൽ പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചന മുഖാന്തരം കർത്താവേ, വചനം കേൾക്കുന്ന എല്ലാവരിലും വലിയൊരു വിടുതൽ കർത്താവേ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും പൂർണ്ണ സൗഖ്യം നൽകി ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ തന്നെ മോഹത്തിനായി എഴുന്നേൽക്കുവാൻ, സൗഖ്യം പ്രാപിക്കാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ.